ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതൊരു നെക്ക് ഡിസൈനാണ് ഞാനിത് കാണിക്കുന്നത്. അതിനു വേണ്ടി ഞാനൊരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ പ്രിൻറ്റിലോ വരുന്ന നമുക്ക് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചുരിദാർ തയ്ക്കാനാണെങ്കിലും സാരിയായിട്ടൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും ബ്ലൗസായിട്ടൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും നല്ല ഒരു മെറ്റീരിയലാണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ളതുമാണ്, എന്നാൽ അത്യാവശ്യം നല്ല കട്ടിങ് കൂടെ ഉള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഇതേപോലെ വൈറ്റ് ലൈനിങ് ആണ് എടുത്തേക്കുന്നത്. അത് 2 മീറ്ററുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്ലിറ്റഡ് ആയിട്ടാണ് തയ്ക്കുന്നത്. ചെറിയ സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടി മുകൾ ഭാഗത്ത് നമുക്ക് ഷോൾഡർ അടിച്ച് മടിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ട് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മൾ ആ ലൈനിൽ നിന്ന് ഷോൾഡറിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് നമ്മുടെ ആ ആംഹോളിൻ്റെ ലെങ്ത് കൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഷോൾഡർ 6.5 ഇഞ്ചാണ്, ആംഹോളിൻ്റെ ലെങ്തും 6.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 40 ചെസ്റ്റിലുള്ള കുർത്തിയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പും കൂടിയിട്ട്. ഇനി എന്നിട്ട് നമുക്ക് ആംഹോളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ആംഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് വരച്ചൊന്ന് എടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് ആ ഷോൾഡറിൻ്റെ ലൈനിൽ നിന്ന് താഴേക്ക് 14 ഇഞ്ച് യോക്കിൻ്റെ ലെങ്തും അതേപോലെ ഷോൾഡറിൻ്റെ ലൈനിൽ നിന്ന് താഴത്തേക്ക് 21 ഇഞ്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്തും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 മാർക്കിങ് ഞാൻ ഇതേപോലെ ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അതേപോലെ ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 10.25 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമ്മളിപ്പം കൊടുത്തേക്കുന്ന തയ്യൽ തുമ്പെല്ലാം തമ്മിൽ നന്നായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് യോജിപ്പിക്കുക. എന്നിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് സ്ട്രെയിറ്റായിട്ട്, നമ്മൾ സ്ട്രെയിറ്റ് കുർത്തിയല്ല ചെയ്യുന്നത്, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ലൈൻ വരച്ചിട്ട് ഇതേ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അങ്ങനെ നമ്മൾ അതേ ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ നല്ല തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഷോൾഡറിൽ ജോയിൻ്റ് വരും, അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കണം. ഇനി എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ ആംഹോളൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതുപോലെ ഒരു കട്ടിങ്ങോടെ കൊടുക്കണം. ഇനി നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം സ്ലീവ് ഞാൻ ചെറിയ സ്ലീവാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച്, മുകളിലത്തെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നതും 10 ഇഞ്ച്, താഴത്തേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു കൈക്കുഴി. എന്നിട്ട് നമ്മുടെ ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോട്ട് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ആ 1.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നേരിയതായിട്ട് വന്നിട്ട് 1.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തോട്ട് ഒന്ന് കുഴിച്ച് വരച്ചിട്ട് നമ്മൾ പിന്നെ ആ 3.5 ഇഞ്ചിലേക്ക് വരച്ചില്ലേ, അതേപോലെ തന്നെ അങ്ങ് വരയ്ക്കണേ. ഇനി എന്നിട്ട് നമ്മളിതൊന്ന് അളന്ന് നോക്കണം, നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് എത്രയാണ്. ഇപ്പോൾ എനിക്കിവിടെ വേണ്ടത് ആംഹോളിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റായിട്ട് നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് ഒന്ന് അളന്ന് നോക്കണേ. എന്നാലേ നമുക്കല്ലേ അവിടെ ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും. ഇനി എന്നിട്ട് താഴത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ട് നമ്മളിതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ എല്ലായിടത്തും തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല, 1.5 ഇഞ്ച് കൊടുത്താലും മതി. ഇനി എന്നിട്ട് നമ്മൾ നെക്കാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻവാസ് നീളത്തിലെടുത്തിട്ട് ഞാനിതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 1/2 ഇഞ്ച് ഷോൾഡറിൽ നമ്മളിതേപോലെ ഷോൾഡറിൽ അടിച്ചു മറിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തേക്ക് ഒരു 15 ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുത്തേക്കുന്നത് ഈ ക്യാൻവാസിന്. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിട്ട് മുകളിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. താഴ്ഭാഗത്തും 3 ഇഞ്ച് തന്നെ നമ്മുടെ നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അതൊരു ബോക്സാക്കി വരച്ചെടുക്കണം.
എന്നിട്ട് നമുക്കതിനകത്തിൽ ഇഷ്ടമുള്ള നെക്ക്, നമുക്ക് ഏത് ഷേപ്പിലുള്ള ഏത് ഡിസൈനിലുള്ള നെക്ക് വേണമെങ്കിലും നമുക്കത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ റൗണ്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ കർവ് വെച്ചിട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചാൽ നമുക്ക് നല്ല റൗണ്ടായിട്ടുള്ള ഒരു നെക്ക് കിട്ടും. ഇനി എന്നിട്ട് ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് താഴ്ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഇറക്കം ഞാനിവിടെ ഒരു നെക്കിൻ്റെ ആ വരച്ച ആ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഒരു 8 ഇഞ്ചാണ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ ആ ഭാഗത്തും 3/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തു. താഴോട്ട് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും. ഇനി എന്നിട്ട് ഈ 3/4 നമ്മൾ താഴെ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെയും 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഇത് തമ്മിൽ ലൈൻ വരയ്ക്കണം. അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടൊരു ലൈൻ കിട്ടും. ഇനി എന്നിട്ട് ഇതിൻ്റെ ചുറ്റിനും 1/2 ഇഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ 1 ഇഞ്ച് വെച്ചിട്ടോ നമുക്കിതേപോലെ ഒന്ന് മാർക്ക് ചെയ്തൊന്ന് എടുക്കണം. എന്നിട്ട് ഈ ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്യാം. ഈ ക്യാൻവാസ് കട്ട് ചെയ്യുന്നതൊക്കെ ഒത്തിരി ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി എന്നിട്ട് ക്യാൻവാസിൻ്റെ നമ്മളിപ്പോൾ രണ്ടാമത് മാർക്ക് ചെയ്ത ആ ലൈനില്ലേ, അത് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ലെവലായിട്ട് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി എന്നിട്ട് അടുത്ത കട്ട് ചെയ്യുമ്പം സൂക്ഷിച്ച് കട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിതാണ് കറക്റ്റായിട്ട് വേണ്ടത്. എന്നിട്ട് പതുക്കെ ഒട്ടും സ്പീഡില്ലാതെ പതുക്കെ നമുക്ക് സിസറും കൊണ്ട് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ റൗണ്ട് ഇത് ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ക്യാൻവാസ് കട്ട് ചെയ്തത് കിട്ടുന്നത്. ഇനി എന്നിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ചീത്ത വശം ഒന്ന് എടുക്കണം. എന്നിട്ട് ആ ഭാഗത്തെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ആ ചീത്ത വശത്തെ ആ തുണിയുടെ ഫ്രണ്ട് ഭാഗത്തെ ചീത്ത വശത്തെ തുണിയുടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ആ സെൻറ്ററിൽ നിന്ന് 2 വശത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്, അത് ഓരോരുത്തരും നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് എത്രയാണോ അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ ചോക്കിന് തീരെ എന്താണെന്ന് വെച്ചാൽ പിന്നെ കളറില്ല. അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കളറില്ല. ഞാൻ അത്ര നന്നായിട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് കളർ കിട്ടുന്നില്ല. അതോ ഈ തുണിയുടെ കുഴപ്പമാണോന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് ആ നെക്കിൻ്റെ കറക്റ്റ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കണേ. ഇനി എന്നിട്ട് അങ്ങനെ ഞാൻ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ലൈനിങ് അടിഭാഗത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ നല്ല തുണിയുടെ നല്ല വശവും കൂടി തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന ഇതേപോലെ നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ക്യാൻവാസൊക്കെ ഒട്ടിച്ചത് കൊണ്ട് നമുക്ക് ഒട്ടും പോത്തുമില്ല. അതുപോലെ നമ്മൾ കറക്റ്റ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടല്ലേ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ലേ. അതിനു വേണ്ടിയാണ് ഞാൻ ചീത്ത വശത്ത് നെക്ക് മാർക്ക് ചെയ്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് 2 വശത്തേക്ക് നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കറക്റ്റിന് വെച്ചിട്ട് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കാൻ. അങ്ങനെ അയൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നെക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര നന്നായിട്ട് കിട്ടത്തില്ല. ഇനി എന്നിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുക്കണം. ലൈനിങ് അകത്ത് പോയിട്ട് നല്ല ഭാഗത്തിട്ടിട്ട് നമ്മളിതേപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കണം. അങ്ങനെ ഞാൻ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി എന്നിട്ട് നമ്മുടെ ഈ 3/4 ഇഞ്ചിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നില്ലേ, ആ ഗ്യാപ്പിൽ വേണം നമ്മളൊരു നമുക്ക് ഇഷ്ടമുള്ള ഒന്നെങ്കിൽ ഈ പീസ് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറിൽ നമുക്ക് ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 4 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന ഒരു പീസാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുവാണേ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒട്ടും തുണിയില്ലാതിരിക്കുക. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് വിചിത്ര സിൽക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ അത് അറിയാമല്ലോ, നിഴലടിക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് 2ആയിട്ട് ഞാൻ മടക്കിയിട്ടേക്കാം. കോട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ 2ആയിട്ട് തന്നെ മടക്കിയിട്ടേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമുക്കിത് ഒത്തിരി യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പം ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു പീസ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വള്ളി അടിക്കാനാണേ. നമ്മൾ വള്ളി അടിക്കത്തില്ലേ, അത് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ബാക്കി വന്ന പീസ് ഞാനിതുപോലെ കട്ട് ചെയ്ത് കളയാം. 1/4 ഇഞ്ചിൽ മതി. 1/4 ഇഞ്ചിൽ മാത്രം ഇതേപോലെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളൊരു നൂലും സൂചിയും വെച്ചിട്ട് അകത്തേക്ക് വലിച്ച് നമ്മുടെ നല്ല ഭാഗം ഒന്ന് തിരിച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഓരോ പീസ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം. എന്നു വെച്ചാൽ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ
2 ഇഞ്ചിൽ ഓരോ പീസായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത ആ തുണിയില്ലേ, ആ തുണിയിൽ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ മേലെ തൊട്ട് താഴെ വരെ ഞാൻ മാർക്ക് ചെയ്തങ്ങ് കൊടുക്കുവാണേ. അപ്പോൾ ഈ പീസിന് ഇത്രയും ലെങ്തും വേണ്ട. അപ്പം ഞാൻ ആ കിട്ടിയ അതേപോലെ തന്നെ അങ്ങ് എടുത്താൽ, അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത് നമുക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ ഇതിൽ സ്ട്രിപ്പ് നമ്മൾ ആ കട്ട് ചെയ്ത ആ സ്ട്രിപ്പ് വെക്കേണ്ടത് ഇങ്ങനെയാണ്. അകത്തോട്ട് 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് വേണം നമ്മളിതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ. ഇതേപോലെ 1/4 ഇഞ്ച് മടക്കിയിട്ട് നമ്മളിതേപോലെ ഓരോ ലൈനിൽ കൂടെ നമ്മളിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 3/4 ഇഞ്ചാണ് നമ്മൾ നെക്ക് ക്യാൻവാസിൽ വെച്ചേക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വരും, രണ്ടിടത്തേയും കൂടെ വീതി 1.5 ഇഞ്ചായിട്ട് വരും നമുക്ക് നടുക്ക്. അത് വെച്ചിട്ട് നമ്മൾ അതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സെൻറ്ററിൽ വരും, 3/4 കൂടെ കൂട്ടുമ്പോൾ 1.5 ഇഞ്ചല്ലേ. എന്നിട്ട് നമുക്ക് നമ്മുടെ കുർത്തി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, എവിടെ വരെയാണ് നമ്മുടെ ആ സെൻറ്ററിൽ വെക്കുന്ന മെറ്റീരിയലിന് ലെങ്ത് വേണ്ടതെന്ന് നമ്മളിതുപോലെ ഒന്ന് നോക്കിയിട്ട്, അപ്പോൾ കറക്റ്റ് അതൊന്നും അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ബാക്കി വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം ഞാനിതിൽ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയും, നമുക്ക് ഇത്രയും വേണ്ടല്ലോ. അപ്പം ഞാനിതുപോലെ കുറച്ചും എടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുന്നുണ്ടേ. അപ്പോൾ കണ്ടോ, കുറച്ച് താഴോട്ട് കിടക്കുകയും വേണം, എന്ന് വെച്ചാൽ നൂലെങ്ങാനും വലിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് കുറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. ഇനി എന്നിട്ട് ഇതിനകത്തിൽ കൂടി നമുക്ക് ഡോറി കയറ്റാനാണ്. ഡോറി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് കിട്ടുമല്ലോ ഡോറിയായിട്ട്, ഇതുപോലെ നമുക്ക് നെക്കിലൊക്കെ വെക്കാൻ വേണ്ടി ഡോറി കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത് ഡോറി നമ്മൾ വാങ്ങിച്ച ഡോറിയാണ്. അപ്പോൾ അതിൻ്റെ ഗോൾഡൻ കളറും എല്ലാ കളറും ഡോറീസ് നമുക്കിപ്പോൾ കിട്ടും. അപ്പോൾ അതിലൊരു ഒരു ഇച്ചിരി നീളത്തിൽ വേണം നമ്മൾ ഡോറി എടുക്കണമേ. എടുത്തിട്ട് നമ്മൾ ഒരു സൈഡിൽ അത് ഞാൻ പറഞ്ഞത് ഇച്ചിരി നീളത്തിൽ ഒരു സൈഡിൽ പിൻ കുത്തിയിട്ട് നമ്മളിപ്പോൾ 2 ഭാഗത്തും സ്ട്രിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയ അടുത്ത ഭാഗത്ത് വേണം അടുത്തത് നമ്മൾ ചെയ്യാൻ. ഒരു റൗണ്ടായിട്ട് നമുക്ക് ഓപ്പോസിറ്റായിട്ട് ആദ്യം ഒരു ഭാഗത്ത് ഡോറി എടുത്തിട്ട് വേണം നമ്മളിത് ഓരോ ഒന്നിടവിട്ട് നമ്മളിതുപോലെ ചെയ്യാൻ. അപ്പം ചെയ്തു വരുമ്പം മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതേപോലെ ഡോറി ആദ്യം ഓപ്പോസിറ്റായിട്ട് കടത്തി കൊടുത്തിട്ട് താഴെ ചെല്ലുമ്പോൾ ആ ഡോറി നമ്മളതുപോലെ ഇട്ടേക്കണം. എന്നിട്ട് ആ പിന്നൂരിയിട്ട് ഇനി അടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഡോറിയുടെ മറ്റേ അറ്റം ഉണ്ടല്ലോ, മറ്റേ അറ്റത്തോട്ട് നമ്മളിതേപോലെ ഈ പിൻ കുത്തി കൊടുക്കണം. അപ്പോൾ സെറ്റി പിൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. സെറ്റി പിൻ എടുത്തിട്ട് നമ്മളിതേപോലെ ഇനി എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കേട്ടോ, ആദ്യം നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ആദ്യം നമ്മൾ കുത്തിയെടുത്തു. ഇനി എന്നിട്ട് രണ്ടാമത്തെ ആ ഭാഗത്തിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് ഉണ്ടോ, അടുത്ത ഓപ്പോസിറ്റിലോട്ട് കുത്തി കയറ്റിയെടുത്തു. ഇനി എന്നിട്ട് അതിൻ്റെ എതിരെ ഉള്ളത് അങ്ങനെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇതേപോലെ ആ ഡോറി കടത്തിയെടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ നെക്ക് ഡിസൈന് കംപ്ലീറ്റ് ആവുമേ. അപ്പോൾ ഇതായിരുന്നു ഇതിനകത്തിലെ നെക്ക് ഡിസൈൻ. അപ്പം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്, നമുക്ക് ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഇതിലൊക്കെ ഷോൾ ഇടാത്തവർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ നടുക്ക് വെച്ചിരിക്കുന്ന ആ പീസിൻ്റെ വെച്ചിട്ടുള്ള ഒരു പാൻറ്റൊക്കെയാണ് നമ്മൾ വിയർ ചെയ്യുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ നമ്മൾ ഡോറീസ് എല്ലാ ഭാഗത്തൂടെയും കടത്തി എടുത്തിട്ട് നമ്മൾ ആ ഡോറി രണ്ടും കൂടെ പിടിച്ചൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഡോറിയുടെ അറ്റത്ത് ഒന്നെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ മെയിൻ തുണിയില്ലേ, ആ തുണിയും കൊണ്ട് തന്നെ നമ്മളൊരു ലട്കൻ, അതിപ്പോൾ ഒത്തിരി വീഡിയോസിൽ ലട്കന്ന് നമ്മൾ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ലട്കനുണ്ട്. ചിലർക്ക് ലെയറായിട്ട് കിടക്കുന്ന ലട്കനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ അതുപോലൊരു ലട്കനും ചെയ്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായിപ്പോയേ. അപ്പോൾ അതാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കണേ. ഇനി എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിട്ട് ബാക്കിൽ നമ്മൾ ചെയ്യണമല്ലോ, ബാക്കിലെ ലൈനിങ്ങിന് നമ്മുടെ നെക്കിൻ്റെ വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് ഷോൾഡറും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടെ നിന്ന് നെക്കിൻ്റെ ലെങ്ത്, ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ, ഞാനിവിടെ 5 ഇഞ്ചാണ് ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. താഴ്ഭാഗത്തും
നെക്കിൻ്റെ താഴ്ഭാഗത്തും 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോക്സ് ആക്കി വരച്ചു. എന്നിട്ട് ആം ഹോൾ കർവ് വെച്ചിട്ട് ഇതേപോലെ ഒരു നെക്ക് വരച്ചെടുത്ത് എന്നിട്ട് അതും ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണേ. അങ്ങനെ നമ്മുടെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നല്ല തുണി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ബാക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് 2 ഭാഗത്തേക്കും നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിൻ്റെ മേലെ നമ്മൾ ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് നല്ല നെക്കിൻ്റെ 2 ഭാഗത്തെ നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ ആ ഭാഗത്ത് ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല തുണിയും നമ്മുടെ കുർത്തിയുടെ നല്ല തുണിയും തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എൻ്റെ ലൈനിങ്. അപ്പം തെന്നി നിരങ്ങി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളൊന്ന് പിൻ ചെയ്തിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ പിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ തെന്നി നിരങ്ങിപ്പോവും, നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി എന്നിട്ട് നമ്മൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തു. ഇനി എന്നിട്ട് നെക്കിൻ്റെ അറ്റത്ത് സ്റ്റിച്ച് ചെയ്യരുത്. അതിന് മുന്നേ നമുക്കൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. അപ്പം നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ നല്ല തുണിയും നമ്മൾ ലൈനിങ്ങും സെപ്പറേറ്റ് ആക്കി ഇതേപോലെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ബാക്കിലത്തെ നമ്മുടെ ലൈനിങ് തുണി നമ്മൾ തിരിച്ചിങ്ങോട്ടൊന്ന് മടക്കിയിട്ട് 1/2 ഇഞ്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നല്ല ഭാഗം നമ്മുടെ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല തുണികൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ആ ലൈനിങ് ഇങ്ങോട്ട് തിരിച്ചിട്ടൊന്ന് മടക്കിയാൽ മതി. എന്നിട്ട് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ നെക്ക് കിട്ടും. അപ്പോൾ ഒട്ടും നമ്മുടെ സീം അലവൻസ് ഒന്നും കാണാതെ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി എന്നിട്ട് അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ആ ഷോൾഡറിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത ആ ഭാഗത്തു നിന്ന് നമ്മുടെ ബാക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് എടുക്കണം. അതും കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി സ്ലീവിൻ്റെ അടിഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്ലീവിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഇനി എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ കുർത്തിയുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ 2 ഭാഗത്തേക്ക് നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി എന്നിട്ട് നമുക്ക് ഷേപ്പ് ഒന്ന് ചെയ്യണം. നമ്മുടെ കുർത്തിയുടെ കറക്റ്റ് ഷേപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി എന്നിട്ട് നമ്മൾ സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നമ്മളിതേപോലെ ഒന്ന് സ്ലിറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയും കൂടെ ചെയ്താൽ നമ്മുടെ കുർത്തി ഫിനിഷായിട്ട് കിട്ടും. 1/2 ഇഞ്ച് ഗ്യാപ്പിൽ എത്രയാണോ നമ്മൾ താഴ്ഭാഗത്ത് വിട്ട് അത് വെച്ചിട്ട് നമ്മൾ കുർത്തി ഒന്ന് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുർത്തി ഫൈനൽ ലുക്കിൽ എത്തിക്കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. താങ്ക്